നമസ്കാരം. ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഹമാസ് അനുകൂലികൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമായിരുന്നു ഓൾ ഐസ് ഓൺ റഫ എന്നത്. ഷെയ്ൻ നിഗം, ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പല സിനിമാ താരങ്ങളും ഈ ഒരു മുദ്രാവാക്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചവർ ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ എന്നാൽ കണ്ടില്ല എന്ന മട്ടാണ്. ഇപ്പോഴിതാ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റായ ആരിഫ് ഹുസൈൻ തിരുവത്ത്. മലയാള സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും കണ്ണു പറിച്ച നടയിലെ ദുരുദ്ദേശവും ഇരട്ടത്താപ്പും പൊളിച്ചു കാണിക്കുകയാണ് ആരിഫ് ഹുസൈൻ. റഫേൽ കണ്ണു പറിച്ചു നട്ട ആളുകൾ സമാന സംഭവങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുമ്പോൾ മനഃപൂർവ്വം നിശബ്ദരായിരിക്കുകയാണ്. ഷെയ്ൻ നിഗത്തെയും ദുൽഖർ സൽമാനെയും പോലെയുള്ള ആളുകൾ എനിക്കെതിരെ കേസ് കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നേരിടും. അഭിപ്രായം പറയാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ടെന്നും നിങ്ങളുടെ ചെയ്തിയിലെ ശരികേടും കണ്ണുപറിച്ച നടലിലെ ദുരുദ്ദേശവും ഇരട്ടത്താപ്പും പൊളിച്ചു കാണിക്കുമെന്നും ആരിഫ് ഹുസൈൻ പറയുന്നു. അതേസമയം ബംഗ്ലാദേശിൽ നടക്കുന്നതെല്ലാം കണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതെന്നും ചോദിക്കുന്നു. ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പോലും അവരുടെ കണ്ണ് പുറത്തു വരുന്നില്ല. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും കണ്ണു നടാൻ പോകുന്നവരുടെ പൊതു സ്വഭാവം എന്തെന്നാൽ ഇരകളുടെ സ്ഥാനത്ത് എപ്പോഴും മുസ്ലിങ്ങളായിരിക്കുമെന്നും ആരിഫ് ഹുസൈൻ പറയുന്നു. ഇരകൾ മുസ്ലിങ്ങളായാൽ അതൊരു പ്രശ്നമാണ്, എന്നാൽ ഹിന്ദുക്കളായാൽ പ്രശ്നമല്ല. ബംഗ്ലാദേശിൽ തീവ്ര മുസ്ലിങ്ങൾ നടത്തുന്ന നരവേട്ട കാണുമ്പോൾ നിങ്ങൾക്ക് ഒച്ച പൊങ്ങുന്നില്ല, കണ്ണ് നടാനും തോന്നുന്നില്ല. നിങ്ങളുടെ ശബ്ദം പൊങ്ങണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടർക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നും ആരിഫ് ഹുസൈൻ തുറന്നടിക്കുന്നു. അതേസമയം ഇങ്ങനെ സ്വന്തം കൂട്ടർക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നതിന്റെ പേര് മാനവികത എന്നല്ല, ഗോത്രികത എന്നാണ്. നിങ്ങളുടെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾക്കിടലം, അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വലിയ അഭിമാനത്തോടെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ നാട്ടുകാർ കയ്യോടെ പിടികൂടുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മാനവികത ബംഗ്ലാദേശിൽ തിളച്ചു മാറിയാതെ ഇരിക്കുന്നതെന്നും എന്തുകൊണ്ട് ഇസ്രായേലിലേക്ക് അത് ഒഴുക്കി വിടുന്നില്ലെന്നും ആരിഫ് ഹുസൈൻ ചോദിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.